വെൽക്കം ടു SPT ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റെക്ടിഫയേഴ്സാണ്. റെക്ടിഫയേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം കൺവേർട്ടർ എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പോൾ കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു ജനറൽ ടെർമിനോളജിയാണ്. കൺവേർട്ടേഴ്സ് പലതരത്തിലുണ്ട്. അതിലൊരു കൺവേർട്ടർ മാത്രമാണ് റെക്ടിഫയർ. അപ്പോൾ റെക്ടിഫയർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. റെക്ടിഫയർ എന്താണ് ചെയ്യുന്നത്? AC DC ആക്കാം. അപ്പോൾ AC DC ആക്കുന്ന കൺവേർട്ടറിൻ്റെ പേരാണ് റെക്ടിഫയർ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കൺവേർട്ടേഴ്സ് ഉണ്ട്. ചില കൺവേർട്ടറുകൾ AC DC ആക്കും. അതിനെ നമ്മൾ ഓൾറെഡി ഒരു പേരിട്ട് വിളിച്ചു കഴിഞ്ഞു, റെക്ടിഫയർ എന്ന്. ചിലത് DC AC ആക്കും. ചിലത് AC തന്നെ ACയുടെ മറ്റൊരു ഹയർ ലെവലോ ലോവർ ലെവൽ വോൾട്ടേജിലോട്ടോ മാറ്റും. അതുപോലെ തന്നെ ചിലത് DCയെ മറ്റൊരു DCയുടെ ഹയർ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ വോൾട്ടേജിലോട്ട് മാറ്റും. അപ്പോൾ ഈ കൺവേർട്ടറുകളുടെ പേരെന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് റെക്ടിഫയറിലോട്ട് നമുക്ക് ഡെപ്തിൽ ഇറങ്ങാം. AC to DC കൺവേർട്ടേഴ്സാണ് റെക്ടിഫയേഴ്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. റെക്ടിഫയർ 3 തരത്തിലുള്ളതാണുള്ളത്. അത് മൂന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു നീറ്റ് അല്ലെങ്കിൽ ഒരു JE പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്കിത് മൂന്നും അറിയണം. ഒന്ന് നമ്മൾ പറയുന്ന ഹാഫ് വേവ് റെക്ടിഫയറാണ്. ഹാഫ് വേവ് റെക്ടിഫയറാണ് ഒന്ന്. മറ്റേത് ഫുൾ വേവ് റെക്ടിഫയറും പിന്നെ ഉള്ളത് ബ്രിഡ്ജ് റെക്ടിഫയറുമാണ്. അങ്ങനെ 3 റെക്ടിഫയറുകളാണ് നമുക്കുള്ളത്. DC to AC കൺവേർട്ടേഴ്സാണ് ഇൻവേർട്ടർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള ഇൻവേർട്ടറുകൾ. അപ്പോൾ ബേസിക്കലി ഇൻവേർട്ടർ നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെക്ടിഫയറിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി AC ആണ്. ആ ACയെ ആദ്യം DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാറ്ററിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുകയും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിയുടെ ഉള്ളിലത്തെ പവർ പുറത്തോട്ട് വരുമ്പോൾ അവിടെ DC to AC കൺവേർഷൻ വേണ്ടി വരും. അപ്പോൾ ആദ്യം ഒരു റെക്ടിഫയർ ഉണ്ടാവുകയും തുടർന്ന് ഒരു ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വീടുകളിൽ കറണ്ട് അല്ലെങ്കിൽ പവർ സപ്ലൈ പോകുന്ന സമയത്ത് നമ്മുടെ വീടുകളിലെ വൈദ്യുതി നമുക്ക് കിട്ടുകയുള്ളൂ ബാറ്ററിയിൽ നിന്ന്. അതുകൊണ്ട് ഇൻവേർട്ടർ മാത്രമല്ല വീട്ടിലുള്ളത്, അതിലൊരു റെക്ടിഫയർ ഇൻവേർട്ടർ കോമ്പിനേഷൻ തന്നെയുണ്ട്. പിന്നെയുള്ളത് AC to AC കൺവേർട്ടറാണ്. അതിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ട്രാൻസ്ഫോമർ 2 തരത്തിലുള്ളതുണ്ട്. ബേസിക്കലി നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇൻവേർട്ടറും പലതരത്തിലുണ്ട് കേട്ടോ. ഞാനത് ക്ലാസിഫൈ ചെയ്യുന്നില്ല എന്ന് മാത്രം, കാരണം നമ്മുടെ സിലബസിൻ്റെ പുറത്തെ സ്കോപ്പിൽ നിന്നുള്ള ഒരു ഭാഗമായ കാരണം ഞാനത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് DC to DC കൺവേർട്ടറുകളിനെ നമുക്ക് ചോപ്പേഴ്സ് എന്നും വിളിക്കാം. ഞാനിത് ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നു എന്നുള്ളൂ. ചോപ്പേഴ്സ് വൺസ് അഗെയിൻ നമുക്ക് നിരവധി ചോപ്പേഴ്സ് ഉണ്ട്. ബക്ക് ബൂസ്റ്റ് എന്നൊക്കെ വിളിച്ചിട്ടുള്ള നിരവധി പേരുകളുള്ള ചോപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറി മാത്രമാണ്. അതിലൊരു സ്പെഷ്യൽ കേസ് മാത്രമാണ് റെക്ടിഫയർ. ആ റെക്ടിഫയറിൽ തന്നെ 3ആയിട്ട് വിഭാഗിക്കുന്നതാണ് ഹാഫ് വേവും ഫുൾ വേവും ബ്രിഡ്ജ് റെക്ടിഫയറുകളും. ഈ 3 റെക്ടിഫയറുകളുടെയും വർക്കിങ്ങും അതിൻ്റെ ഫോർമുലയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഹാഫ് വേവ് റെക്ടിഫയർ എന്താണെന്ന് പഠിക്കാം. ഹാഫ് വേവ് റെക്ടിഫയർ നമുക്കറിയാം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് AC DC ആക്കുന്ന ഒരു കൺവേർഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന് വേണ്ടത് ആദ്യം തന്നെ ഒരു AC സോഴ്സാണ്. ഓക്കെ, ഒരു AC സോഴ്സാണ് വേണ്ടത്. ഈ AC സോഴ്സ് നമ്മൾ ഒരു ഡയോഡിലോട്ട് കണക്ട് ചെയ്യുക. ഒരു PN ജംഗ്ഷൻ ഡയോഡിലോട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം അതൊരു റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്യുന്നു. ഈ റെസിസ്റ്ററിനെ നമ്മൾ ഇലക്ട്രിക്കൽ ലോഡ് എന്നാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ വിളിക്കുക. ഓക്കെ, ഈ റെസിസ്റ്ററിന് അക്രോസാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് Vout എന്ന് വിളിക്കാം. ഈ ഡയോഡ് നമ്മൾ തൽക്കാലത്തേക്ക് ഐഡിയൽ ഡയോഡായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വൺസ് ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്ഡ് അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയില്ല. ഓക്കെ, ഒരു ഡ്രോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണോ ഇൻപുട്ട് വോൾട്ടേജിലുള്ളത് അത് മൊത്തമായും ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൺസിഡറിങ് ദ ഡയോഡ് ഈസ് ഐഡിയൽ.
ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്ന എ സി സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് സൈനുസോയ്ഡൽ വോൾട്ടേജാണ്. അതൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഇത് 2 ഹാഫ് സൈക്കിളാണ് നമുക്ക് എ സിക്ക് ഉള്ളതെന്ന് അറിയാം അല്ലേ. ഫസ്റ്റ് ഹാഫ് സൈക്കിളും സെക്കൻഡ് ഹാഫ് സൈക്കിൾ. ഇതാണ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, ഇതാണ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ. രണ്ടിൻ്റെയും മാക്സിമം എന്ന് പറയുന്നത് VM എന്ന് നമുക്ക് എടുക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ -VM. ഒരു ഐഡിയൽ ഡയോഡാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു ഐഡിയൽ ഡയോഡാണെങ്കിൽ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ഇൻപുട്ട് വോൾട്ടേജിലുള്ളത് അത്രയും തന്നെ ഔട്ട്പുട്ടിലോട്ടും വരണം. അതായത് VM നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. പിന്നെ ഇനി റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോഴോ, അതായത് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് സൈക്കിൾ, ഫസ്റ്റ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, അതായത് നെക്സ്റ്റ് ടൈം ഇവിടെ പോസിറ്റീവ് ആകുന്നു, ഇവിടെ നെഗറ്റീവ് ആകുന്നു. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. ഡയോഡ് കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അത്രയും നേരം എന്ത് കിട്ടില്ല? നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. വീണ്ടും എന്ത് സംഭവിക്കുന്നു? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുകയാണ്. വീണ്ടും ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് കിട്ടുന്നു. എത്രയാണ് ഇപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്? വീണ്ടും നമുക്ക് VM തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് രീതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഡയോഡ് കണ്ടക്റ്റ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പകുതിയോളം, ഇൻപുട്ടിൻ്റെ പകുതിയോളം നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി വളരെയധികം കുറയും. അപ്പോൾ ഇതൊരു DC ആണോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അല്ലേ. നമ്മുടെ പ്രധാന ഉദ്ദേശം AC DC ആക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് DC ആയിട്ടുണ്ടോ? DC ആയിട്ടില്ല. ഇതിനെ നമുക്ക് റിപ്പിൾഡ് DC എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ. അല്ലെങ്കിൽ നിരവധി നോയ്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉള്ള DC സിഗ്നലിന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ DC ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്യുവർ DC ആയിട്ടില്ല. പ്യുവർ DC ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ വയ്ക്കുക എന്നുള്ളതാണ്. ഫിൽറ്റർ, നിരവധി ഫിൽറ്ററുകൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കും. അതായത് L ഫിൽറ്റർ, C ഫിൽറ്റർ, LC ഫിൽറ്റർ, LCL ഫിൽറ്റർ, CLC ഫിൽറ്റർ, പൈ ഫിൽറ്റർ, T ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ് നിരവധി ഫിൽറ്ററുകൾ പഠിക്കുമ്പോൾ ഇവിടെ നമ്മുടെ നീറ്റ് JEE പെർസ്പെക്റ്റീവ് നിന്ന് തൽക്കാലം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഫിൽറ്റർ അല്ലെങ്കിൽ C ഫിൽറ്ററാണ്. ഈ കപ്പാസിറ്റർ ഫിൽറ്റർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ റെസിസ്റ്റീവ് ലോഡ് അതിന് പാരലലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു കപ്പാസിറ്റർ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മറ്റൊരു കളർ ഉപയോഗിച്ച് ഇവിടെ വരയ്ക്കാം. ഇവിടെ ടിൽ ദിസ് പോയിൻ്റ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജിങ് ആയിരിക്കും, ചാർജ് ചെയ്ത് വരുന്നതായിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, പിന്നെ ഡിസ്ചാർജിങ് ആണ്. ഡിസ്ചാർജിങ് എവിടെ വരെയായിരിക്കും? ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അത് ഡിസ്ചാർജിങ് ആയിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വീണ്ടും അടുത്ത സൈക്കിള് ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും അത് ചാർജ് ചെയ്യുന്നു. ഓക്കെ, ഇത് ചാർജ് ചെയ്യാണ്. വീണ്ടും അടുത്ത സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അത് ഡിസ്ചാർജ് ചെയ്തു പോകുന്നു. അപ്പോഴും നമുക്ക് ഒരു പ്യുവർ DCയിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വെച്ചിരിക്കുന്ന കപ്പാസിറ്റർ ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. വേരിയബിൾ കപ്പാസിറ്റർ ആക്കുക. വേരിയബിൾ കപ്പാസിറ്റർ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ട്യൂൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്യൂൺഡ് കപ്പാസിറ്റർ എന്നും വിളിക്കാം, അല്ലെങ്കിൽ വേരിയബിൾ കപ്പാസിറ്റർ വിച്ച് ഈസ് യൂസ് ഫോർ ട്യൂണിങ് പർപ്പസ്. എന്തിനാണ് ട്യൂൺ ചെയ്യുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് DC ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു വേരിയബിൾ കപ്പാസിറ്റർ വയ്ക്കുന്നത്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഹാഫ് വേവ് റെക്ടിഫയർ ഒരു സജസ്റ്റബിൾ മെത്തേഡ് അല്ല, കാരണം അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫിക്കേഷനിലോട്ടും ബ്രിഡ്ജ് റെക്ടിഫിക്കേഷനിലോട്ടെല്ലാം പോകുന്നത് തന്നെ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സിമുലേഷൻ ഒന്ന് കാണാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ വരച്ചിരിക്കുന്ന ചിത്രം നന്നായി ഒന്ന് നോക്കിക്കോളൂ. അതിൻ്റെ സിമുലേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് സിമുലേഷൻ, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സിമുലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഓരോ ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഈ പ്രൊസീജിയർ ഒന്ന് വളരെ സ്ലോ ആക്കാൻ പോവാണ്. അപ്പോൾ ഡ്യൂറിങ് ഈച്ച് ചാർജിങ് ആൻഡ് ഡിസ്ചാർജ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എങ്ങനെയാണ് കറണ്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം ട്രാൻസ്ഫോമർ ഒന്ന് നന്നായി ശ്രദ്ധിക്കാം. ട്രാൻസ്ഫോമർ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് അപ്പ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്റ്റെപ്പ് ഡൗൺ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന, മറ്റേ ഹാഫ് സൈക്കിളിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഞാനിവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹാഫ് സൈക്കിളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്ത് ഇലക്ട്രോൺ ഫ്ലോ കാണിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഡയോഡ്. ഓക്കെ, ഈ ഡയോഡ് ഞാൻ ഒന്നുകൂടി സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതാ, ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇപ്പോൾ ഡയോഡിലൂടെ ഫോർവേഡ് ബയസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയസിങ് നടക്കുന്ന സമയത്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് കിട്ടുക. ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുകയില്ല. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയം, അതായത് എൻ്റെ നീല കേവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടും എനിക്ക് ആ ഒരു ഗ്രീൻ ഗ്രാഫ് കാണുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കപ്പാസിറ്റർ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഈ കപ്പാസിറ്റർ ഞാൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം, ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദി ഔട്ട്പുട്ട് ഈസ് ആബ്സല്യൂട്ട്ലി സീറോ. കാണുന്നുണ്ടോ? ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ യു ആർ ഗെറ്റിംഗ് ദി ഔട്ട്പുട്ട്. ഇതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നീല ഗ്രാഫ് ഇൻപുട്ട്, പച്ച ഗ്രാഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ട് ഇല്ല. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്? ദ റീസൺ ഈസ് ബിക്കോസ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ഡിസ്ചാർജ് ചെയ്യാണ് റെസിസ്റ്റർ വഴി. മനസ്സിലാക്കാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യാണ്. മനസ്സിലായോ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന കറൻറ്റ് മെയിൻ സപ്ലൈയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതായത് ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്ത് വരുന്ന കറൻറ്റ് ഒന്ന് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു, മറ്റേത് റെസിസ്റ്ററിലൂടെ ഒഴുകി പോവാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നില്ല, കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് കാണിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെയിൻ കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇനി ഈ കപ്പാസിറ്റർ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ കണ്ടോ, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും സ്ലൈറ്റ്ലി വലുതായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചാർജ് ചെയ്യുന്ന സമയത്ത് അത് വലുതാകുന്നതും കണ്ടോ, ചാർജ് ചെയ്യുന്ന സമയത്ത് വലുതാകുന്നതും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞു പോകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് റെസിസ്റ്ററിന് അക്രോസ് നിങ്ങൾ ഔട്ട്പുട്ടായിട്ട് കാണുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഹാഫ് വേവ് കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് പഠിക്കാം. ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയറിന് നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ് നമുക്ക് ആദ്യമായി വേണ്ടൊരു കാര്യം. അതുകൊണ്ട് ട്രാൻസ്ഫോമർ ഇല്ലാതെ ഒരു റെക്ടിഫിക്കേഷൻ പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഹാഫ് വേവിലാണ് സാധ്യമാവുക. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു AC സോഴ്സ് വരയ്ക്കുന്നു. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ വരയ്ക്കുന്നു. ഞാൻ മുമ്പത്തെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിൽ ഒരു ട്രാൻസ്ഫോമർ വരച്ചു. അത് വിത്ത് ട്രാൻസ്ഫോമർ എങ്ങനെ വരയ്ക്കാമെന്നും കൂടിയാണ് ഞാൻ കാണിച്ചു തന്നത്. ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്തിൻ്റെ ആവശ്യമില്ല, ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഫുൾ വേവ് റെക്ടിഫയറിനാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോമറാണ്.
ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള 2 പാരലൽ ലൈൻസ് ആണ് സോഫ്റ്റ് അയൺ കോർ. അതായത് പ്രോപ്പറായിട്ട് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് ഇൻഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് പ്രോപ്പറായിട്ട് ഒരു സോഫ്റ്റ് അയൺ കോർ വേണം. ഇതാണ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ സെൻറ്ററിൽ ഒരു ആരോ നമ്മളെപ്പോഴും മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് 2 ഡയോഡുകളാണ് നമുക്ക് വേണ്ടത്. 2 ഡയോഡുകൾ. ഞാനിവിടെ എൻ്റെ ഇലക്ട്രിക്കൽ ലോഡ് കണക്ട് ചെയ്യാണ്. ദിസ് ഈസ് വേർ ഐ എം ഗോയിങ് ടു കണക്ട് മൈ ഇലക്ട്രിക്കൽ ലോഡ്. ഓക്കെ, ലോഡ് കണക്ട് ചെയ്യുന്നു. ഇതിങ്ങനെ താഴോട്ട് വരയ്ക്കുക. ഇവിടെ രണ്ടാമത്തെ PN ജംഗ്ഷൻ ഡയോഡും കൂടി വരയ്ക്കുക. ഇനി ഒരു ഫിൽറ്ററിങ് പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു കപ്പാസിറ്റർ അക്രോസ്. എപ്പോഴും ഓർക്കുക, കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത് അക്രോസ് ആണ്. അക്രോസ് എന്ന് പറഞ്ഞാൽ പാരലായിട്ട്, ലോഡിന് പാരലായിട്ട് വേണം കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ. അത് ട്യൂണിങ് നടത്തണം എന്നുണ്ടെങ്കിൽ ഞാനത് എന്ത് കണക്ട് ചെയ്യണം? വേരിയബിൾ കപ്പാസിറ്ററായി കണക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഡെഫിനറ്റ്ലി ആദ്യത്തെ ഹാഫ് സൈക്കിൾ നമുക്ക് എടുക്കാം അല്ലേ? ആദ്യത്തെ ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് താഴോട്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറിയിൽ കറൻറ്റ് എങ്ങനെയാണ്? മുകളിലോട്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡയോഡായിട്ടുള്ള D1 ആണ് ഫോർവേഡ് ബയസ്ഡ് ആകുന്നത്, D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതെന്താ കാരണം നമ്മുടെ സെക്കൻഡറിയിൽ ഇൻഡക്ഷൻ കാരണം പോസിറ്റീവും നെഗറ്റീവും എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് ആകുന്നത് നോക്കുക. ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ D1 ആയിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആവുക, D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. D2 കണ്ടക്ട് ചെയ്യില്ല ആദ്യം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ കറൻറ്റ് മുകളിലത്തെ ഡയോഡ് വഴി നമ്മുടെ ഇലക്ട്രിക്കൽ ലോഡിലൂടെ പോകുന്നു. ഓക്കെ, അത് ഗ്രൗണ്ടഡ് ആകുന്നു. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D2 ആണ് ഫോർവേഡ് ബയസ് ആവുക. അതായത് സെക്കൻഡ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോസിറ്റീവ് ആകുന്നു, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ D2 ആണ് ഫോർവേഡ് ബയസ്ഡ് ആകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് സൈക്കിളിലും നമ്മുടെ ലോഡിലൂടെ ഒഴുകുന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. ഇതുകൊണ്ടാണ് നമുക്ക് 2 ഹാഫ് സൈക്കിളിലും, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ടിൽ നമുക്ക് സെയിം ഡയറക്ഷനിൽ തന്നെ റിസൾട്ട് കിട്ടുന്നത്. അതായത് 2 സമയവും അത് റെക്ടിഫൈഡ് ആയിട്ട് വരുന്നതിൻ്റെ റീസൺ അതാണ്. മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ റെക്ടിഫിക്കേഷൻ നടക്കുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് റെക്ടിഫിക്കേഷൻ നടന്ന് നമുക്ക് നെഗറ്റീവ്, അതായത് നമ്മുടെ നെഗറ്റീവ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ വേവ് വരാത്ത രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം 2 സമയവും ഇലക്ട്രിക്കൽ ലോഡിലൂടെ ഒഴുകുന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ടാണ്. ഇനി നമ്മുടെ കപ്പാസിറ്ററിൻ്റെ കോൺസെപ്റ്റ്. കപ്പാസിറ്റർ എന്താണ്? ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണല്ലേ. അപ്പോൾ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഫിൽറ്ററിങ് കോൺസെപ്റ്റും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? വെനെവർ ദ ഗ്രാഫ് ഈസ് ഗോയിങ് അപ്പ് അല്ലേ, കപ്പാസിറ്റർ ചാർജ് ചെയ്യണം, പിന്നീട് അത് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ എപ്പോഴെല്ലാം ഗ്രാഫ് പോകുന്നു, ഡൗൺ ആകുന്നു എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക, ചാർജിങ്, ഡിസ്ചാർജിങ് ഇങ്ങനെയാണ് അത് പോകുന്നത്. ഇത് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നോർമലായിട്ടുള്ള വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു DC തന്നെ നമുക്കിവിടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു DC നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഫൈൻ ട്യൂൺഡ് കപ്പാസിറ്റർ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഫിഷ്യൻസി വളരെ കൂടുന്നു എന്നുള്ളതാണ്. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എഫിഷ്യൻസി ഈസ് മോർ. കൃത്യമായിട്ട് നമുക്ക് കണക്കുകൾ പ്രകാരം അത് പഠിക്കാം, പക്ഷേ ആദ്യം മനസ്സിലാക്കുക എഫിഷ്യൻസി കൂടുതലാണ്. അതുകൊണ്ട് ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാൾ എപ്പോഴും പ്രിഫറബിൾ ഫുൾ വേവ് റെക്ടിഫയർ തന്നെയാണ്. 1. 2, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ ഫ്രീക്വൻസിയാണ്. ഇൻപുട്ട് നമ്മളൊന്ന് നോക്കൂ. ഇൻപുട്ടിൽ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെങ്കിൽ ഔട്ട്പുട്ടിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഡബിളാണ്. കാരണം എന്താ? എപ്പോഴാണ് ഒരു വേവ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഇൻപുട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. നമ്മുടെ രണ്ടാമത്തെ വേവ് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്, പോയിന്റ് ബിയിലാണ് നമ്മുടെ രണ്ടാമത്തെ വേവ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഔട്ട്പുട്ട് വേവ് നോക്കിക്കഴിഞ്ഞാൽ
രണ്ടാമത്തെ വേവ് റിപ്പീറ്റ് ചെയ്യുന്നത് സേ ഈ പോയിന്റിലാണ്, സേ പോയിന്റ് കെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ 2 വേവുകൾ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഡബിൾ ആകുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇൻപുട്ട് ഒരു വേവിൻ്റെ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് 2 വേവുകൾ കിട്ടുന്നു. അങ്ങനെ ഔട്ട്പുട്ട് ഡബിൾ ആകുന്നു. അപ്പോൾ ചോദിക്കും, ഡി സിയിൽ ഫ്രീക്വൻസി ഇല്ലല്ലോ. ഡി സിയിൽ ഫ്രീക്വൻസി ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റർ വെച്ച് കണക്ട് ചെയ്ത് ആ ഫ്രീക്വൻസി പോലും ഇല്ലാതാക്കുന്നത്. ആ നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. ഒരു വേരിയബിൾ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹാർമോണിക്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നോയ്സ് ക്യാൻസൽ ചെയ്ത് പോവാണ്. ഹൈ ഫ്രീക്വൻസി സിഗ്നലുകൾ കപ്പാസിറ്റർ വലിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്ന, ഔട്ട്പുട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡി സി കിട്ടുന്നു. കൃത്യമായിട്ടുള്ള ഫിസിക്സ് മനസ്സിലാക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. നമുക്കിതിൻ്റെ സിമുലേഷൻ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഫുൾ വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്. ഇതിൽ നിങ്ങൾക്കൊരു ചെറിയ വ്യത്യാസങ്ങൾ കാണാം. അതിൽ ആ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ പോയിൻറ്റിലോട്ടുള്ള കണക്ഷനിലുള്ളൊരു ചെറിയ വ്യത്യാസമാണ്. സാധനം സെയിം സർക്യൂട്ട് തന്നെയാണ്. നമുക്ക് ആ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ഭാഗം നമുക്കറിയാം, 2 ഡയോഡുകളുടെയും നെഗറ്റീവ് എൻഡ് കണക്റ്റ് ആവുന്ന പോയിൻ്റാണ്. അതങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മറ്റേ എൻഡാണ് ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ പോയിൻറ്റിലോട്ട് പോകേണ്ടത്. അത് ഞാൻ ഈ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനം സെയിം ആണ്. ഇവിടെ ഒരു കപ്പാസിറ്റർ നിങ്ങൾക്ക് കാണാം. അത് ഈ നമ്മുടെ ഇലക്ട്രിക്കൽ ലോഡിന് പാരലായിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ച് നമുക്കുണ്ട് അല്ലേ. ഇവിടെ ഈ സ്വിച്ച് നമുക്ക് ഉണ്ടെങ്കിൽ ആ സ്വിച്ച് ഓണും ഓഫും ആക്കാൻ സാധിക്കും. നിങ്ങൾക്കത് ഔട്ട്പുട്ടിൽ ആ വേരിയേഷൻ കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സ്വിച്ച് ഓഫായിട്ട് തന്നെ കിടക്കട്ടെ. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടൊന്ന് നന്നായിട്ട് നോക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ഇൻപുട്ടൊന്ന് ഓഫാക്കി വെക്കുകയാണ്. സോ യു ക്യാൻ സീ ദ പ്രോപ്പർ ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഡി സി ആണോ? ഡി സി അല്ല, ഇത് റിപ്പിൾസ് ഉള്ളൊരു ഡി സി ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് അറിയാനുണ്ട്. ആ റിപ്പിൾ ഫാക്ടർ അല്ലെങ്കിൽ റിപ്പിൾസ് ഉള്ള ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. ഞാനൊരു 1 മില്ലി ഫാരഡ് കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോപ്പർലി ഡിസൈൻ സർക്യൂട്ടൊന്നുമല്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇതിൻ്റെ ഒരു വർക്കിംഗ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ ഒരു കപ്പാസിറ്റർ റാൻഡംലി ചൂസ് ചെയ്തിരിക്കുന്നത്. അതിന് സീരീസ് ആയിട്ടൊരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് ഞാൻ വീണ്ടും ഒന്ന് ടേൺ ഓൺ ചെയ്യുകയാണ്. ഇൻപുട്ട് ഞാൻ വീണ്ടും ടേൺ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു പെർട്ടിക്കുലർ ഹാഫ് വേവിൽ അത് റെക്ടിഫൈഡ് ആകുന്നതിനോടൊപ്പം നെഗറ്റീവ് ഹാഫ് വേവിലും അത് റെക്ടിഫിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടായിട്ടുള്ള നീല വേവ് ഫോം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡി സിയിലോട്ട് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു റിപ്പിൾ മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായി? ചെറിയൊരു റിപ്പിൾ ഫാക്ടർ അപ്പോഴും ഉണ്ടെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് അത് ഡി സി ആയി കിട്ടുകയാണ്. ഇതാണ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദി എഫിഷ്യൻസി ഈസ് വെരി ഹൈ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഫുൾ വേവ് റെക്ടിഫയറും കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നു. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു 2 ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്കൊരു ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ടാക്കാൻ സാധ്യമാവുകയുള്ളൂ മിനിമം. ഹാഫ് വേവ് റെക്ടിഫയർ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു ഡയോഡ് മതിയായിരുന്നു. ഹാഫ് വേവ് റെക്ടിഫയറിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചില അഡ്വാൻറ്റേജസ് ആ ഹാഫ് വേവ് റെക്ടിഫയറിനും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത് തന്നെ. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള ഇൻഡക്ഷൻ ഫാക്ടർ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് ഇൻഡക്ഷൻ വഴി വരുമ്പോൾ നമ്മുടെ പ്രൈമറി സോഴ്സ് വോൾട്ടേജും സെക്കൻഡറിയിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ ഡിഫറൻസ് വന്നേക്കാം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എടുക്കുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഞാൻ തൽക്കാലം ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ ഡയോഡിൻ്റെ ഇൻപുട്ടാണ് കാണിച്ചിട്ടുള്ളൂ. ശരിക്കുമുള്ള നമ്മുടെ സോഴ്സ് വോൾട്ടേജ് ഇവനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആ സോഴ്സ് വോൾട്ടേജ് ഒന്ന് ഓണാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഞാൻ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കൊരു ഫേസ് ഷിഫ്റ്റ് കാണാൻ സാധിക്കുന്നു അല്ലേ? ഒരു ഫേസ് ആംഗിൾ ഡിഫറൻസ് കാണുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് നമ്മൾ ട്രാൻസ്ഫോമർ എല്ലാം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡക്റ്റീവ് എലമെൻറ്റ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് ഫാക്ടർ
അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഫാക്ടർ എല്ലാം കാരണം ഒരു ഫേസ് ഷിഫ്റ്റ് നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെയുള്ള ഡിസഡ്വാൻറ്റേജ് ഇതാണെന്ന് പറയുന്നത്. ഞാൻ തിരിച്ച് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ ഡയോഡിൻ്റെ ഇൻപുട്ടായിട്ട് ഞാൻ വീണ്ടും കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നത്. അതായത് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, പലരും ഇൻപുട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ AC സോഴ്സിൻ്റെ വേവ് ഫോം പച്ചയായിട്ടും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നീലയായിട്ടും വരയ്ക്കും. ശരിക്കും പറഞ്ഞാൽ ഈ AC സോഴ്സിൻ്റെ വേവ് ഫോം സൈനുസോയ്ഡൽ ആണെങ്കിലും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ഫേസ് ഷിഫ്റ്റ് നടക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ച് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയോഡിലോട്ട് പോകുന്ന കറണ്ട്, അതായത് ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ പച്ച കളർ അല്ലെങ്കിൽ യെല്ലോ കളർ, ഇവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ച് ഞാൻ എൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി കാണാം കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആ സിമ്പിൾസ് ഒന്ന് മാഗ്നിഫൈഡ് ആകുന്നത്, സൂംഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂം ചെയ്യുമ്പോഴാണ് അത് ചാർജിങ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത മറക്കരുത്, റിപ്പിൾസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഇല്ലാത്ത പക്ഷം അത് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര ഇരട്ടിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇൻപുട്ടിനെ അപേക്ഷിച്ച്. കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പിൾസ് 0 ആയി മാറുന്നു, അഥവാ DC ആയി മാറുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിംഗിൾ ഫേസ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. ഒരു 4 ഡയോഡുകൾ ഉപയോഗിക്കുന്ന 2 ഡയോഡിന് പകരം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ റിപ്പിൾ ഫാക്ടർ എല്ലാം ഫുൾ വേവ് റെക്ടിഫയറിന് ഈക്വലൻ്റ് ആണ്, എഫിഷ്യൻസി ഫുൾ വേവ് റെക്ടിഫയറിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡയോഡുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 2 ഹാഫ് സൈക്കിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻ ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെയായിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെയായിരിക്കും. ഗ്രീൻ കളർ ആണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിലുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയോഡുകൾക്ക് പേരൊന്ന് ഇടാം. ഡയോഡ് D1, D2, D3 ആൻഡ് D4. ഇൻ ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, കറണ്ട് ഇങ്ങനെ പോകുന്നു. ഡയോഡ് D2 ഫോർവേഡ് ബയസ്ഡ് ആകുന്നു. തുടർന്ന് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് നമ്മുടെ ലോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് തിരിച്ച് D4 വഴി, ഓക്കെ ശ്രദ്ധിക്കുക, D4 വഴി കറണ്ട് എവിടേക്ക് തിരിച്ചെത്താണ്? നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയുടെ എൻഡിലോട്ട് വരികയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഹാഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ മാറില്ല. അത് നമുക്ക് നോക്കാം. അതായത് സെക്കൻഡ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവും തലതിരിയും. അതായത് പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ അത്ര ഓക്കെ അല്ലേ? ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ തെറ്റാതെ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാനായിട്ട് ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ, നൗ എങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ പോവുക? അതായത് ദിസ് ടൈം കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ. D3 ആണ് ഫോർവേഡ് ബയസ്ഡ് ആകുന്നത്. അപ്പോൾ D3യിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ലോഡിലൂടെ കറണ്ട് പാസ് ചെയ്ത്, കണ്ടോ, ലോഡിലൂടെ കറണ്ട് പാസ് ചെയ്ത് പിന്നെ ഏത് വഴിയാണ് പോകുന്നത്? ത്രൂ ദിസ് ഡയറക്ഷൻ ഇറ്റ് പാസസ് ത്രൂ D1യിലൂടെ കറണ്ട് പാസ് ചെയ്ത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയുടെ സ്റ്റാർട്ടിംഗ് മോഡിൽ വന്നെത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത്. ബാക്കി എല്ലാം ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സെയിം ഔട്ട്പുട്ട് വേവ് ഫോം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെയും നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? നമുക്ക് നമ്മുടെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. യു ക്യാൻ കണക്ട് എ വേരിയബിൾ കപ്പാസിറ്റർ ഹിയർ ഓൾസോ.
നമുക്കൊരു വേരിയബിൾ കപ്പാസിറ്റർ ഇവിടെയും കണക്ട് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് നമ്മുടെ ഔട്ട്പുട്ട് DC നമുക്ക് കിട്ടും. എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡയോഡുകൾ യൂസ് ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് എന്താണ് ഇത്ര പ്രോബ്ലം? നമ്മൾ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഈ ഡയോഡുകൾക്കെല്ലാം ഒരു ഡ്രോപ്പ് ഉണ്ട്, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നും തന്നെ ഐഡിയൽ അല്ല. അതുകൊണ്ട് തന്നെ റിയൽ സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ ഡയോഡുകളുടെ വോൾട്ടേജ് ഡ്രോപ്പ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയും നമ്മുടെ വോൾട്ടേജിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡബിൾ ആസ് ദാറ്റ് ഓഫ് ഇൻപുട്ട് തന്നെയാണ്. മാത്രമല്ല എഫിഷ്യൻസി കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് മാത്തമാറ്റിക്കലി ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സെയിം എഫിഷ്യൻസി തന്നെയാണ് ഇവിടെ കിട്ടുക. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സിമുലേഷനും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതിലോട്ട് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അതിൻ്റെ പേരാണെന്ത്? ബ്രിഡ്ജ് റെക്ടിഫയർ. മറക്കരുത്, ബ്രിഡ്ജ് റെക്ടിഫയറുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫയറുമായി ബന്ധപ്പെടുത്തി വേണം അതിൻ്റെ ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സിമുലേഷനാണ്. അപ്പോൾ മുമ്പ് വരച്ചിരിക്കുന്നത് പോലെ ഡയഗണലി ഡയോഡ്സ് കണക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ വരച്ചിരിക്കുന്ന സർക്യൂട്ടും ബ്രിഡ്ജ് റെക്ടിഫയർ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് കറൻറ്റ് ഫ്ലോ കാണാൻ സാധിക്കും. 4 ഡയോഡുകളിലൂടെ കറൻറ്റ് ഫ്ലോ കാണാൻ സാധിക്കും. ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. കണ്ടോ, ഓരോ സമയവും ഒരു ഹാഫ് സൈക്കിളിൽ ഏതൊക്കെ ഡയോഡുകളാണ് ആക്ടിവേറ്റ് ആകുന്നത്, മറ്റേ ഹാഫ് സൈക്കിളിൽ ഏതൊക്കെ ഡയോഡുകളാണ് ആക്ടിവേറ്റ് ആകുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലാക്കുക, ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ റിപ്പിൾസ് ഉണ്ട്. റിപ്പിൾസ് ഇല്ലാതെ നമുക്ക് ഒരു ഔട്ട്പുട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. വൺസ് യു കണക്ട് എ കപ്പാസിറ്റർ ആസ് എ ഫിൽറ്റർ ഓൺലി ദെൻ യു ക്യാൻ അവോയ്ഡ് ദ റിപ്പിൾസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കപ്പാസിറ്റർ ഒന്ന് കണക്ട് ചെയ്യാം. എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ഡിസ്ചാർജസ്, ഇതാണ് കപ്പാസിറ്റർ ചെയ്യുന്നത്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് നോക്കുക, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത് നോക്കുക. ഒരു ഫൈൻ ട്യൂൺ കപ്പാസിറ്റർ ആണെങ്കിൽ ഒരു പ്യുവർ DC ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആ DC വേവ് ഫോം നിങ്ങൾക്ക് കിട്ടുന്നത്. അതിമനോഹരമായ ഒരു DC വേവ് ഫോമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതാണ് ഈ കപ്പാസിറ്റർ വെച്ചാലുള്ള ഗുണം. അതുകൊണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കും. ഇൻപുട്ടും ഔട്ട്പുട്ടും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ട്രാൻസ്ഫോമറിൻ്റെ നിർബന്ധമില്ല. അതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ്. അപ്പോൾ പലരും ചോദിക്കും, ബ്രിഡ്ജ് റെക്ടിഫയർ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഫുൾ വേവ് റെക്ടിഫയറിന് ഈക്വലൻ്റ് ആണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൽ 2 ഡയോഡുകൾ കൂടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ആണുള്ളത്? തീർച്ചയായും ട്രാൻസ്ഫോമർ ഒഴിവാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ്, ഫേസ് ആംഗുലർ ഷിഫ്റ്റ്. അപ്പോൾ ആ വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള ഫേസ് ആംഗിൾ ഷിഫ്റ്റ് ഒഴിവാക്കാൻ സാധിക്കും, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വോൾട്ടേജ് ഡയോഡിന് അക്രോസ് ഡ്രോപ്പ് ആയാലും വേണ്ടില്ല എന്നുള്ള തരത്തിലാണ് നമ്മൾ ബ്രിഡ്ജ് വേവ് റെക്ടിഫയറിന് പ്രാധാന്യം കിട്ടുന്നത് തന്നെ. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയറിന് ഈക്വലൻ്റ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന 2 ടേബിളാണ്. ഈ 2 ടേബിൾ നിങ്ങളുടെ ഓർമ്മയിലോട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ടുകളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള 2 ടേബിളാണ്. 2 സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ടേബിളിലും ആയിട്ട് ചില ടേംസ് കോമൺ ആയിട്ട് വരും. അത് നിങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ടേബിളിലോട്ട് നമുക്ക് കിടക്കാം. ദിസ് ഷോസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ റെക്ടിഫയേഴ്സ്. ഓക്കെ, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഫുൾ വേവ് തന്നെ സെൻറ്റർ ടാപ്റ്റും ബ്രിഡ്ജുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് ഡയോഡ്സ് കാണിക്കുന്നത് ഹാഫ് വേവിൽ 1, സെൻറ്റർ ടാപ്പിൽ 2, ബ്രിഡ്ജിൽ 4. ട്രാൻസ്ഫോമർ നിർബന്ധമുണ്ടോ? ഹാഫ് വേവിൽ നിർബന്ധമില്ല എന്നാണ്. ട്രാൻസ്ഫോമറിൽ ഹാഫ് വേവിൽ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. ട്രാൻസ്ഫോമർ ഈസ് ഇറ്റ് നെസസറി? ഇറ്റ്സ് നോട്ട് നെസസറി എന്നാണ്. അതുകൊണ്ട് ഹാഫ് വേവിൽ നമുക്ക് ട്രാൻസ്ഫോമർ വെച്ച് ഞാൻ സിമുലേഷൻ കാണിച്ചു തന്നു. ട്രാൻസ്ഫോമർ ഇല്ലാതെ ഞാൻ സർക്യൂട്ട് വരച്ചും കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സെൻറ്റർ ടാപ്റ്റിൽ നിർബന്ധമാണ്
എന്നുള്ളതാണ്. ബ്രിഡ്ജിൽ നിർബന്ധമല്ല. വൺസ് അഗെയിൻ യു ക്യാൻ കണക്ട് ട്രാൻസ്ഫോമർ, നോ ഇഷ്യൂ. ഇനി സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്ന പീക്ക് വോൾട്ടേജ് VS ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പിൾ ഫാക്ടർ ഒന്ന് നോക്കുക. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് കൃത്യമായിട്ടും അവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് റിപ്പിൾ ഫാക്ടർ. അതുകൊണ്ട് റിപ്പിൾ ഫാക്ടറിനെ പറ്റി ഒരു ഐഡിയ വേണം. ഒന്നിൽ 1.21 ആണ്, മറ്റേതിൽ 0.482 ആണ്. 0.482, അതായത് ഫുൾ വേവിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്, റിപ്പിൾസ് എന്ന് പറയുന്നത് 0.482 ആണ് റിപ്പിൾ ഫാക്ടർ ഉള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കുക. എഫിഷ്യൻസി നിങ്ങൾക്ക് കൃത്യമായി നോക്കുക. ഒന്നിൽ 40% മറ്റേതിൽ 81.2%. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാം എഫിഷ്യൻസി കൂടുതൽ ഏതിനാണ്, ഫുൾ വേവ് റെക്ടിഫയറിനാണ് എഫിഷ്യൻസി കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ റിപ്പിൾ ഫ്രീക്വൻസി വീണ്ടും ഡബിൾ അല്ലേ, ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിളാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ കാണാൻ പറ്റുന്നത്. ഹാഫ് വേവിലാണെങ്കിൽ 50 Hz തന്നെയുള്ളൂ, വിച്ച് ഈസ് ഈക്വലൻറ്റ് ടു ദാറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേബിൾ അറിഞ്ഞു വയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കുക. RMS കറണ്ടൊക്കെ ശ്രദ്ധിക്കണം. RMS കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Imax/√2 അല്ല എല്ലാ സ്ഥലത്തും, മനസ്സിലാക്കുക കേട്ടോ. അതായത് ഹാഫ് വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൻ്റെ RMS കറണ്ട് എന്ന് പറയുന്ന Im/2 ഉള്ളൂ. ഇത് Im/√2 ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ട്. എല്ലാ സ്ഥലത്തും RMS മാക്സിമം ഈക്വലൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ RMS = Imax/√2 എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹാഫ് വേവ് മാത്രമേ റെക്ടിഫൈ ചെയ്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് RMS ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Im/2 ഉള്ളൂ. പക്ഷേ സെൻറ്റർ ടാപ്പിലും ബ്രിഡ്ജിലും 2 ഹാഫ് വേവും റെക്ടിഫൈ ചെയ്ത് വരുന്നത് കൊണ്ടാണ് Im/√2 വരുന്നത്. ഓക്കെ, മറ്റൊരു ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, കുറേ ടേംസൊക്കെ സെയിം ആണ്. ഇത് മറ്റൊരു സോഴ്സിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ നമുക്ക് DC ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആവറേജ് ഔട്ട്പുട്ട് ഹാഫ് വേവിൻ്റെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് Vm/π ആണ്. സെൻറ്റർ ടാപ്പിൻ്റെയും ബ്രിഡ്ജിൻ്റെയും 2Vm/π ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വിളിക്കുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ RMS വോൾട്ടേജ്, ആവറേജ് ഔട്ട്പുട്ടും RMS ഔട്ട്പുട്ടും രണ്ടും രണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ആവറേജ് ഔട്ട്പുട്ട് വേറെ, RMS ഔട്ട്പുട്ട് വേറെ. RMS ഔട്ട്പുട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹാഫ് വേവിൻ്റെ Vm/2, Vm എന്താണ്, മാക്സിമം വോൾട്ടേജ് ബൈ 2, അതിൻ്റെ പകുതി. മനസ്സിലാവുന്നുണ്ടോ? ഇൻപുട്ടിൻ്റെ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ പകുതി മാത്രമാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് വേവിൻ്റെ കേസിൽ. ഫുൾ വേവിൻ്റെ കേസിൽ Vm/√2 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. Vrmsഉം Vmaxും തമ്മിലുള്ള റിലേഷൻ ഫുൾ വേവിൻ്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. റിപ്പിൾ വോൾട്ടേജ് നിങ്ങൾക്ക് നോക്കാം. റിപ്പിൾ മറ്റേ സ്ഥലത്ത് റിപ്പിൾ കറണ്ട് ആണെങ്കിൽ ഇത് ഇവിടെ റിപ്പിൾ വോൾട്ടേജ്, റിപ്പിൾ ഫാക്ടർ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ TUF അതൊന്നും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് PIV. അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഡയോഡുകളുടെ എണ്ണവും റിപ്പിൾ ഫ്രീക്വൻസിയും അറിഞ്ഞിരിക്കണം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്താണ് ഈ റിപ്പിൾ ഫാക്ടർ എന്ന് നിരവധി തവണയായി ഞാൻ പറയുന്നു. റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോർമുല എഴുതുന്നു. കുറച്ചും കൂടി നന്നായി അറിഞ്ഞിരിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടായിട്ട് വോൾട്ടേജ് റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ VR ഡിവൈഡഡ് ബൈ VO. ഞാൻ VO എന്നുള്ള ടേമൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാം. VR എന്ന് പറയുന്നത് റൂട്ട് ഓഫ്, ഓക്കെ ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ് Vrms സ്ക്വയർ മൈനസ് VO സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ VO. അപ്പോൾ Vrms നമുക്കറിയാം, അതായത് RMS വോൾട്ടേജ്. അത് ഞാനൊരു ഫുൾ വേവ് എടുക്കാം. നമുക്കൊരു ഫുൾ വേവ് സെൻറ്റർ ടാപ്ഡ് എടുത്തു കഴിഞ്ഞാൽ RMS വോൾട്ടേജ് എന്താണ്? RMS ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് Vm/√2 അല്ലേ? അത് ഞാൻ Vrmsൻ്റെ സ്ഥലത്ത് എനിക്ക് എന്ത് ചെയ്യാം? Vm/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, VO എന്ന് പറയുന്നത് ആവറേജ് വോൾട്ടേജ് ആണ്, ആവറേജ് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫൈൻ്റെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ? 2Vm/π ആണ്. അപ്പോൾ VOൻ്റെ സ്ഥലത്ത് ഞാൻ 2Vm/π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2Vm/π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നതാണ് റിപ്പിൾ ഫാക്ടർ. അതെനിക്ക് എത്ര കിട്ടും എന്നാണ് അവർ പറയുന്നത്?
0.482 കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 0.482 തന്നെ കിട്ടുന്നത് കാണാം. അപ്പോൾ ഇതാണ് റിപ്പിൾ ഫാക്ടറിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം റിപ്പിൾസ് അതിൽ ഉണ്ട് എന്നുള്ളതാണ് റിപ്പിൾ ഫാക്ടറിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ചത് കൃത്യമായിട്ടും ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിലെ തന്നെ സെൻറ്റർ ടാപ്റ്റും ബ്രിഡ്ജ് റെക്ടിഫിക്കേഷനും അതിൻ്റെ സിമുലേഷനും കറണ്ട് ഒഴുകുന്ന രീതിയും റിപ്പിൾ ഫാക്ടറും അല്ലേ, നിരവധി കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളൊന്ന് ഒരുമിച്ച് വീണ്ടും എഴുതി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ് റെക്ടിഫിക്കേഷൻ, അതുകൊണ്ട് കൃത്യമായും മനസ്സിലാക്കുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്. താങ്ക് യു.